എല്ലാ കൂട്ടുകാർക്കും വേൾഡ് സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻലാൻഡിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, ഭൂമിയുടെ 80% മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഒരിടം. എന്തുകൊണ്ടാണ് ലോകം ഈ സ്ഥലത്തിന് ഗ്രീൻലാൻഡ് എന്ന പേര് നൽകിയത്? ഈ വീഡിയോയിലൂടെ ഗ്രീൻലാൻഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഡെൻമാർക്കിന് കീഴിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. പേരിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ഞിനാൽ മൂടപ്പെട്ട തികച്ചും ഐസ് കൊണ്ട് നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ് ഗ്രീൻലാൻഡ്. കാനഡയുടെ വടക്കുകിഴക്കായി ആർട്ടിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലാണ് ഗ്രീൻലാൻഡിന്റെ സ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ വിസ്തീർണം 21.6 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂരിഭാഗം പ്രദേശവും മഞ്ഞു മൂടപ്പെട്ടതിനാൽ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ഗ്രീൻലാൻഡിനുള്ളൂ. ഗ്രീൻലാൻഡിൽ വെറും 56,000 പേർ മാത്രമേ ഇപ്പോൾ അധിവസിക്കുന്നുള്ളൂ. കാനഡയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ഭൂപ്രകൃതി അനുസരിച്ച് ആർട്ടിക് സമുദ്രത്തിൻ്റെയും അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെയും ഭാഗമാണ്. എന്നാൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാലും സാംസ്കാരികപരമായും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഗ്രീൻലാൻഡിൻ്റെ 85% ഭൂമിയും മഞ്ഞിനാൽ മൂടപ്പെട്ടതാണ്. വേനൽക്കാലത്ത് ഗ്രീൻലാൻഡിൽ മാസങ്ങളോളം ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ശൈത്യകാലമായാൽ മാസങ്ങളോളം അസ്തമിക്കുകയും പ്രദേശമാകെ ഇരുട്ടിലാവുകയും ചെയ്യും. അനേകം ധാതുക്കളും പ്രകൃതി നിക്ഷേപങ്ങളും അടങ്ങിയ ഭൂമിയിലെ ഒരു അമൂല്യ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ആഗോളതാപനത്തിന്റെ ഫലമായി വേഗത്തിൽ മഞ്ഞുരുകുന്ന ഗ്രീൻലാൻഡിൽ അനേകം ധാതുക്കളും പ്രകൃതി നിക്ഷേപങ്ങളും കണ്ടെത്താം എന്ന ചിന്തയിലാണ് ശാസ്ത്രജ്ഞന്മാരും ഈ ലോകവും. ന്യൂക്കാണ് ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനം. ഇവിടെ തന്നെയാണ് ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത്. ഗ്രീൻലാൻഡിന്റെ ഏറ്റവും വലിയ നഗരവും ന്യൂക്ക് തന്നെയാണ്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ റോഡ് ശൃംഖല ഗ്രീൻലാൻഡിനില്ല. പകരം യാത്രകൾക്കായി ബോട്ടുകൾ, വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് ആശ്രയിക്കുന്നത്. ഗ്രീൻലാൻഡിൽ ഭൂരിഭാഗം പ്രദേശവും ഐസിനാൽ മൂടപ്പെട്ടതിനാൽ വലിയ ഗതാഗത മാർഗങ്ങളും റോഡുകളും നിർമ്മിക്കുക അസാധ്യമാണ്. ആഗോളതാപനത്തിന്റെ ഫലമായി ഗ്രീൻലാൻഡിലെ ഐസ് വേഗത്തിൽ ഉരുകുകയാണ്. ഇതുമൂലം സമുദ്രനിരപ്പ് ഉയരുന്നു. വർഷത്തിൽ പല മാസങ്ങൾ മഞ്ഞും ഇരുട്ടുമായതിനാൽ ഗ്രീൻലാൻഡ് നിവാസികളുടെ ജീവിതം വളരെ കടുപ്പം നിറഞ്ഞതാണ്. തിമിംഗലങ്ങൾ, സീലുകൾ തുടങ്ങിയ കടൽ ജീവികളും വലിയ മത്സ്യങ്ങളും ഗ്രീൻലാൻഡിൽ ധാരാളമായി കാണപ്പെടുന്നു. ഗ്രീൻലാൻഡിൽ അനേകം ചെറു ഗ്രാമങ്ങളുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും സഞ്ചരിക്കാൻ ബോട്ട്, സ്നോമൊബൈൽ എന്നീ മാധ്യമങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. താരതമ്യേന തണുപ്പ് കൂടിയ പ്രദേശമായതിനാൽ വലിയ കാടുകൾ ഗ്രീൻലാൻഡിലില്ല. ചെറുപുൽ സസ്യങ്ങളും പായലുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ആർട്ടിക് സമുദ്രത്തിലെ ഐസ്ബർഗുകൾ, നോർത്തേൺ ലൈറ്റ്സ്, മനോഹരങ്ങളായ പ്രകൃതി, തടാകങ്ങൾ എന്നിവ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. സാഹസിക വിനോദസഞ്ചാരം ഇഷ്ടപ്പെടുന്ന നിരവധി പേർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇവിടെ എത്താറുണ്ട്. ഐസ്ബർഗുകളുടെ ജന്മസ്ഥലമെന്ന് ഗ്രീൻലാൻഡിനെ വിശേഷിപ്പിക്കുന്നു. അന്റാർട്ടിക്കയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ഷീറ്റ് ഇവിടെയാണുള്ളത്. ഹസ്കികളെ ഉപയോഗിച്ചുള്ള സ്ലെഡ്ജ് യാത്രകൾ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. മഞ്ഞിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി പ്രാദേശികർ ഹസ്കികൾ വലിച്ചു കൊണ്ടുപോകുന്ന സ്ലെഡ്ജുകളാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. തണുപ്പ് കാരണം ചെറിയൊരു ശതമാനം ഭൂമിയിൽ മാത്രമേ കൃഷി നടക്കുന്നുള്ളൂ. അതും തീരെ കുറച്ചു മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ദ്വീപിന്റെ മധ്യഭാഗം പൂർണ്ണമായും ഐസ് കൊണ്ട് മൂടപ്പെട്ടതിനാൽ തീരപ്രദേശത്തായാണ് ആളുകൾ താമസിക്കുന്നത്. ഗ്ലേഷ്യറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് വേണ്ടി ശാസ്ത്രജ്ഞർ ഗ്രീൻലാൻഡിൽ നിരന്തരമായി ഗവേഷണങ്ങൾ നടത്താറുണ്ട്. ഐസ്ലാൻഡിൽ നിന്ന് നാടുകടത്തപ്പെട്ട എറിക് രാജാവും സംഘവും ഭൂമിയുടെ വടക്ക് കിഴക്ക് തണുത്തുറഞ്ഞ ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും പര്യവേഷണം നടത്തുകയും അവിടെ താമസിക്കാനുള്ള ഒരിടവും കണ്ടെത്തി. എന്നാൽ ഭൂമിയുടെ ഭൂഭാഗവും തണുത്തുറഞ്ഞ മഞ്ഞുപാളികൾ കണ്ട എറിക് ആ പ്രദേശത്തിലേക്ക് കുടിയേറ്റം സാധ്യമാക്കാൻ ആ പ്രദേശത്തെ ഗ്രീൻലാൻഡ് എന്ന് പേരിട്ട് വിളിച്ചു.
ഗ്രീൻലാൻഡിന് സ്വന്തമായി ഒരു പാർലമെൻറ്റും ആഭ്യന്തര ഭരണവുമുണ്ട്. എന്നാൽ ഗ്രീൻലാൻഡിൻ്റെ വിദേശകാര്യവും പ്രതിരോധ സംവിധാനവുമെല്ലാം ഡെൻമാർക്കാണ് കൈകാര്യം ചെയ്യുന്നത്. 1979 ഗ്രീൻലാൻഡിന് ഡെൻമാർക്ക് സ്വയംഭരണാവകാശം നൽകിയത്. ഗ്രീൻലൻഡിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ജനങ്ങളും ഇന്യൂറ്റ് വംശജരാണ്. 2025 മുതൽ അമേരിക്ക ഗ്രീൻലാൻഡിനെതിരെ ഹൈബ്രിഡ് യുദ്ധം നടത്തുന്നതിനാൽ ആ വർഷം റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഡെൻമാർക്ക് അമേരിക്കയെയും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രാജ്യമായി ഉൾപ്പെടുത്തി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.